ഹായ് ഹലോ, നമുക്കിന്നൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചടിയുടെ റെസിപ്പിയാണിത്. അതിനായി ഞാൻ ഒരു ബീട്രൂട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് തേങ്ങ, 1/4 കപ്പ് തേങ്ങ, അല്പം കറിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം ചതച്ചെടുക്കാനാണ് കേട്ടോ. പിന്നെ തൈര്, 1/4 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. പുളിയുള്ള തൈര് എടുക്കണേ. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ചെറിയ ജീരകവും കടുകും ചേർക്കുന്നുണ്ട്. അതെപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേവാൻ ആവശ്യമായ അല്പം വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ടിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് ബീട്രൂട്ട് നന്നായി വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിൽ തന്നെ നമുക്ക് ബീട്രൂട്ട് നന്നായി വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി 1/4 കപ്പ് തേങ്ങയും അതിൻ്റെ കൂടെ പച്ചമുളക്, എരിവിന് ആവശ്യമായ പച്ചമുളക്, കറിവേപ്പില, ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണേ. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത നമ്മുടെ അരപ്പിലേക്ക് 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് ചതച്ചെടുക്കാം. ഇനി അരക്കണ്ട കേട്ടോ, ഒന്ന് ചതച്ചാലും മതിയേ. എന്നിട്ട് ഈ ടൈം ആകുമ്പോൾ തന്നെ നമ്മുടെ ബീട്രൂട്ട് നന്നായി വെന്ത് കിട്ടും. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളമുണ്ടെങ്കിൽ നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ ടൈമിൽ വെള്ളം തീരെ വേണ്ട. നമ്മളിനി തൈരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളമുണ്ടെങ്കിൽ നമ്മുടെ പച്ചടി ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ടൈമിൽ വെള്ളം ഉണ്ടെങ്കിൽ നന്നായി വറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ അരപ്പൊന്ന് വേവുന്നത് വരെ 2 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് നല്ല പുളിയുള്ള തൈര് ചേർക്കണേ. ഇതിൻ്റെ കൂടെ ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പച്ചടിനൊരു കടുക് വറുത്തിട്ടാൽ റെഡിയാവും കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും തരണേ, കമൻ്റ് ഇടാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിൾ പച്ചടി റെഡി ആയിട്ടോ. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജീരകം ചേർക്കണം. ചെറിയ ജീരകം നിർബന്ധമായും ചേർക്കണം. അതുപോലെ കടുകൊന്ന് ചതച്ചെടുത്താൽ മതി, അരക്കരുതേ. കടുകും ജീരകവും ചേർത്ത് ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കൂ. ഇതിന് നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇനി ഓണമല്ലേ വരാൻ പോകുന്നത്, ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ അല്പം ലൂസായിട്ട് തോന്നും. പക്ഷേങ്കിൽ അത് കുറച്ച് ടൈം ഇരുന്നാൽ ഇതുപോലെ ഒന്ന് ടൈറ്റായി കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചടി റെഡിയാക്കിയെടുക്കാൻ.